എല്ലാവർക്കും നമസ്കാരം. ഇത്തവണത്തെ വായനാ ദിനത്തിൽ ശ്രീ വി കെ കൃഷ്ണകുമാർ രചിച്ച 2 പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ മൃഗരോണ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായർ സാറാണ്. മൃഗരോണ എന്ന പുസ്തകത്തിൽ മനുഷ്യരിൽ കൊറോണ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള പോലെ തന്നെ മൃഗങ്ങളിൽ കൊറോണ വന്നാൽ എങ്ങനെയാണ് അവരെ നേരിടുക എന്നുള്ളത് അതിമനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് കാട്ടുമുത്തി, അതായത് കാട്ടിലെ ഒരു ദേവിയുടെ വിഗ്രഹം കളവ് പോകുന്നതും നമ്മളുടെ നാട്ടിൽ CBI വരുന്ന പോലെ കാട്ടിൽ വരുന്നത് FBI, ഫോറസ്റ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. മനോഹരമായിട്ട് തന്നെ അതിലെ ഒരു കഥകൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ നല്ല രസമാണ് അതിലെ രചന. പിന്നെ മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് പൂക്കുട. മനുഷ്യരിലെ പകയും വിദ്വേഷവും ഒക്കെ സ്നേഹത്തിൻ്റെ പൂക്കളാൽ എങ്ങനെയാണ് സുഗന്ധ പുഷ്പങ്ങളാൽ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നതും അവസാനം എല്ലാവരും ഒത്തൊരുമയോടെ, ആ ഗ്രാമത്തിലെ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കാൻ പഠിക്കുന്നതും അതിമനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പുസ്തകമായ ഭാഗ്യം വിൽക്കുന്നവർ, അത് പ്രകാശനം ചെയ്തത് ശ്രീ MK സാനുമാഷാണ്. അതിൽ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അടഞ്ഞ വാതിലുകൾ. അതിൽ ഒരു തെറ്റായ പോലീസ് അന്വേഷണം ഒരു സാധു കുടുംബത്തെ ചെന്നെത്തിക്കുന്ന വിഷമഘട്ടത്തെയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗ്യം വിൽക്കുന്നവർ, അതിൽ തങ്ങൾക്ക് വരുന്ന സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ പ്രതിപാദിക്കുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ഉയർച്ചയിലെത്തുമ്പോഴും എന്തൊക്കെയാണ് അവരുടെ മാറ്റങ്ങൾ വരുന്നത് ജീവിതത്തിൽ എന്നുള്ളതും അതിമനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്ത കഥ സ്വാതി എന്ന് പറയുന്ന ഒരു ആദിവാസി പെൺകുട്ടിയുടെ കഥയാണ്. ജീവിതത്തിൽ വരുന്ന വിപരീത സാഹചര്യങ്ങളോട് മല്ലടിച്ച് ജീവിതത്തിലെ തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള പ്രയാണം ആ കുട്ടി നടത്തുന്നതും അതിൽ ആ കുട്ടി വിജയിക്കുന്നതുമായുള്ള ഒരു കഥയാണ് സ്വാതിയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അടുത്ത കഥ എന്ന് പറയുന്നത് ഉത്തരവാദിത്തം എന്ന ആ അവസാനം എഴുതിയിരിക്കുന്ന കഥയിൽ മാജിക്കൽ റിയലിസം പോലെ ആസ്വാദികരമായ ഒന്നാണ് ആ കഥ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞോടാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെന്നെത്തുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവൻ തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരുന്നതും തൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് ആ കുട്ടി ശ്രമിക്കുന്നതുമായ ഒരു കഥയാണ്. ഈ കഥകളെല്ലാം വായനക്കാരെ ആസ്വാദനത്തിൻ്റെ വേറിട്ട തലങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം നേർന്നുകൊണ്ട്